പള്ളി പെരുന്നാളുകളുടെ ഒരു കാലഘട്ടത്തിലൂടെയാണ് കേരളത്തിലെ കത്തോലിക്ക സഭ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ കാലഘട്ടത്തിലെ പല തിരുനാൾ ആഘോഷങ്ങളും പല പള്ളി പെരുന്നാളുകളും കാണുമ്പോൾ ഒരു സാധാരണ വിശ്വാസിയുടെ മനസ്സിൽ പല ആശങ്കകളും നിറയുന്നുണ്ട്. സത്യവിശ്വാസത്തിന്റെ ഉജ്ജ്വലമായ പ്രഘോഷണ വേദികളായി മാറേണ്ട തിരുനാൾ ആഘോഷങ്ങൾ മറ്റുള്ളവർക്ക് ഉതപ്പ് നൽകുന്ന വേദികളായി മാറുകയാണോ? പലപ്പോഴും നമ്മുടെ പല പള്ളിപ്പെരുന്നാളുകളും പാട്ടും നൃത്തവും നല്ല ശാപ്പാടുമൊക്കെയായി അത്തരം രീതിയിലുള്ള ആഘോഷങ്ങളിൽ മാത്രം ഒതുങ്ങി പോകുന്നുണ്ടോ? തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധന്റെ ആ ഒരു ജീവിതത്തിലേക്കും ആ വിശുദ്ധൻ തന്റെ വിശുദ്ധമായ ജീവിതത്തിലൂടെ നൽകിയ ആ ഒരു നല്ല സന്ദേശത്തിലേക്കും ദേവാലയത്തിലേക്കും തിരുനാൾ ആഘോഷങ്ങൾ ഒരു വിശ്വാസിയെ അടുപ്പിക്കേണ്ടതിന് പകരം വിശ്വാസ ജീവിതത്തിൽ നിന്നും അകറ്റുവാൻ ഇന്നത്തെ പല തിരുനാൾ ആഘോഷങ്ങളും കാരണമാകുന്നുണ്ടോ? ആത്മീയമായ ആഘോഷങ്ങളിൽ ഭൗതികതയുടെ അതിപ്രസരം അത് കലർത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന അപകടങ്ങൾ എന്തൊക്കെയാണ്? ഈ വിഷയങ്ങളാണ് ഇന്ന് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് ജോജി റോസ്. ജോജി, നമുക്ക് ആദ്യം തന്നെ ഈ പള്ളിപ്പെരുന്നാളുകൾ അല്ലെങ്കിൽ തിരുനാൾ ആഘോഷങ്ങൾ അത് ഒരു ഭൗതികമായ ആഘോഷമാണോ, ഒരു ആത്മീയമായ ആഘോഷമാണോ? തീർച്ചയായിട്ടും നമുക്ക് പറയാൻ സാധിക്കും അതൊരു ആത്മീയമായിട്ടുള്ള ഒരു ആഘോഷം തന്നെയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നു. അത് എന്തിനു വേണ്ടി നാം ആഘോഷിക്കുന്നു? ആ വിശുദ്ധൻ ലോകത്തിന് നൽകിയ വിശുദ്ധിയുടെ സന്ദേശം, തന്റെ ജീവിതത്തിലൂടെ നൽകിയ വിശ്വാസ സാക്ഷ്യം, അതിന്റെ ആഘോഷമാണ് ഈ തിരുനാൾ ആഘോഷങ്ങൾ, പള്ളിപ്പെരുന്നാളുകൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആഘോഷിക്കുന്ന പല ആഘോഷങ്ങളും. പക്ഷേ ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ ഈ പള്ളിപ്പെരുന്നാളുകളിലൂടെ സഭ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ അത് പ്രാവർത്തികമാകുന്നുണ്ടോ എന്ന ഒരു ആശങ്ക വളരെയധികം ശക്തമാണ്. നമ്മൾ ഈ സഭയുടെ ഒഫീഷ്യൽ ഡോക്യുമെന്റ്സിലൂടെ അല്ലെങ്കിൽ ഒഫീഷ്യൽ ടീച്ചിങ്സിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിനെല്ലാം നമുക്ക് ഈ പള്ളിപ്പെരുന്നാളുകളുടെ ഒരു ഉദ്ദേശ ലക്ഷ്യങ്ങളെ നമുക്കൊരു 3 പോയിന്റിലേക്ക് നമുക്കൊന്ന് ഏകീകരിക്കാൻ സാധിക്കും. അത് സഭ പറയുന്ന 3 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് പള്ളിപ്പെരുന്നാളുകളുമായി ബന്ധപ്പെട്ട്. ഒന്ന്, ഒരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തുക. തിരുനാൾ ആഘോഷങ്ങളിലൂടെ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തുക. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് അതൊരു, ഞാൻ നേരത്തെ പറഞ്ഞത്, വിശ്വാസത്തിന്റെ വലിയൊരു ആഘോഷം തന്നെയാണ്, സത്യവിശ്വാസത്തിന്റെ വലിയൊരു ആഘോഷം തന്നെയാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇവാഞ്ചലൈസേഷൻ, സുവിശേഷവൽക്കരണം. ഇതാണ് സഭ ഉദ്ദേശിക്കുന്ന പള്ളിപ്പെരുന്നാളുകളുടെ തിരുനാൾ ആഘോഷങ്ങളുടെ ഒരു അന്തസത്ത എന്ന് പറയുന്നത്. നമ്മൾ ഈ 3 പോയിന്റ് തുടക്കത്തിൽ തന്നെ പറയാൻ കാരണം, നമ്മൾ ഈ ഡിസ്കഷൻ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകരും ചിന്തിക്കുക, തങ്ങളായിരിക്കുന്ന ഇടങ്ങളിലെ പള്ളിപ്പെരുന്നാളുകളിൽ ഈ ലക്ഷ്യങ്ങൾ അത് പ്രാവർത്തികമാകുന്നുണ്ടോ എന്നൊരു കാര്യം നമ്മൾ കൃത്യമായി ചിന്തിക്കുക. നമ്മൾ ഇതൊരു എന്താ പറയുക, ഒരു കാടടച്ചുള്ളൊരു വിമർശനം എന്ന രീതിയിലല്ല ഉദ്ദേശിക്കുന്ന, വളരെ മനോഹരമായിട്ട് ആഘോഷിക്കുന്ന, ആത്മീയമായിട്ടും ഭൗതിക തലത്തിൽ വളരെ മനോഹരമായിട്ട് അടുക്കും ചുറ്റോടുകൂടി ആഘോഷിക്കുന്ന നിരവധി പള്ളിപ്പെരുന്നാളുകളിൽ തിരുനാൾ ആഘോഷങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ചില പള്ളിപ്പെരുന്നാളുകളിലെങ്കിലും ചില അപജയങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട്. പക്ഷേ ആ അപജയങ്ങൾ കടന്നുകൂടുമ്പോൾ ആ പള്ളിപ്പെരുന്നാളുകളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ തന്നെ മാറിപ്പോകുന്നു. അതായത് വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്നൊക്കെ നാം പറയുന്നത് പോലെ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ഡിസ്കഷൻ നമ്മുടെ ഒരു പാരമ്പര്യത്തിലേക്ക് നിന്ന് നമുക്ക് തിരിച്ചു പോകാം, അല്ലെ? നമ്മുടെ ഒരു കാലഘട്ടത്തിൽ ഒരു പഴമയുടെ ഒക്കെ ഒരു തിരുനാൾ ആഘോഷങ്ങൾ, ഈ തിരുനാൾ ആഘോഷങ്ങളുടെ ഒരു ചരിത്രം അത് ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞതിന് ശേഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ ഉദ്ദേശ ലക്ഷ്യങ്ങളിലേക്ക് ഒന്ന് കിടക്കാമെന്ന് തോന്നുന്നു. ജോജി, ഇവിടെ ഈ ഒരു കാലഘട്ടം ആഘോഷങ്ങളുടെ കാലഘട്ടമാണ് ശരിക്കും. എല്ലാ സമൂഹങ്ങളും എല്ലാവരും ആഘോഷിക്കുന്ന, ജനങ്ങളെല്ലാം ആഘോഷിക്കുന്ന കാലഘട്ടമാണ്. അത് വളരെ നല്ലതാണ് താനും. അപ്പം നമ്മൾ ഇത്തരം ആഘോഷങ്ങളിലൂടെ കത്തോലിക്ക സഭ, കത്തോലിക്ക വിശ്വാസികൾ കടന്നു പോകുമ്പോൾ നമുക്ക് തന്നെ ചില കാര്യങ്ങളിൽ എന്താ പറയുക, ഒരു പുനഃപരിശോധനയ്ക്ക് നമ്മൾ ഉറപ്പായിട്ട് തയ്യാറാണ് ശരിക്കും. ഇല്ലെങ്കിൽ സംഭവിക്കുന്നത് മറ്റുള്ളവരുടെ ഇടയിൽ നമ്മൾ പരിഹാസപാത്രങ്ങളായി മാറും. കാരണം ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം പറയുന്ന പോലെ വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നത് വിശുദ്ധരാകും. ഇവിടെ ജോർജ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ ആഘോഷിക്കുന്നത് തിരുസഭയിലെ വിശുദ്ധരുടെ ഫീസ്റ്റുകളാണ് ശരിക്കും. അവരുടെ ജീവിതത്തിൻ്റെ ആ ഒരു പാതകളിലൂടെ നമ്മൾ നടക്കുവാനും അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കുവാനും അത് നമ്മൾ അനുകരിക്കാൻ ശ്രമിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം തിരുനാളുകൾ ആഘോഷിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ സഭയിൽ ശരിക്ക് രക്തസാക്ഷികളുടെ ആ ഒരു ദിനങ്ങൾ, അല്ലെങ്കിൽ അവർ ക്രിസ്തുവിന് വേണ്ടി മരണം വരിച്ച ദിനത്തെ ആ ഒരു ആഘോഷ ദിനമാക്കി മാറ്റി അങ്ങനെ സഭയിൽ ആഘോഷിക്കാറുണ്ട്. അതിന് കാരണം മറ്റൊന്നുമല്ല, അവർ കാണിച്ചേക്കുന്നത് ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ്. ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി അവർ തങ്ങളുടെ ജീവിതം തന്നെ അവർ ബലി കഴിച്ചു.
അപ്പോൾ അവരുടെ ജീവിതങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്ന ആ കഥകൾ മനസ്സിലാക്കുമ്പോൾ അത് മറ്റുള്ള വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസ ജീവിതത്തിന് ഒരു വലിയ പരിപോഷണം ഉണ്ടാക്കും, ശക്തി കൊടുക്കും. അപ്പോൾ അത് അങ്ങനെ ആഗ്രഹം. എന്നാൽ പിന്നീട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പയസ് അഞ്ചാമൻ മാർപ്പാപ്പയുടെ കാലഘട്ടം മുതൽ സഭയിൽ മറ്റു വിശുദ്ധരുടെയും ആ ഒരു ഫീസ്റ്റുകളെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു തിരുനാളുകളെ അടിസ്ഥാനപ്പെടുത്തി പിന്നെ ലിറ്ററേച്ചർ കലണ്ടർ വന്നു. അങ്ങനെ സഭയിലെ ഫീസ്റ്റുകളെല്ലാം വളരെ വ്യാപകമായി വന്നു. വളരെ നല്ല ആദ്യകാലങ്ങൾ മനസ്സിലാക്കണം. ആദ്യകാലങ്ങളിൽ ശരിക്കും ഇതിന് എന്താ പറയുക ഒരു വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു ശരിക്കും. അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ശരിക്കും ആ ഒരു സ്പിരിച്വാലിറ്റി, അതിൻ്റെ ആത്മീയതയുടെ ആ ഒരു അന്തസ്സത്ത മനസ്സിലാക്കി ആ രീതിയിൽ ജനങ്ങളെ ആഘോഷിക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. വലിയൊരു ആത്മീയ ഒരുക്കം അതിന് പിന്നിൽ. അതെ, വലിയൊരു ആത്മീയ ഒരുക്കമുണ്ടായിരുന്നു. അതൊരു എന്താ പറയുക, അത് ഇവിടെ പറഞ്ഞ പോലെ അതൊരു സാമുദായിക ശാക്തീകരണമായിരുന്നു, വിശ്വാസത്തിൻ്റെ ആഘോഷമായിരുന്നു. ഒപ്പം തന്നെ അതൊരു ഇവാഞ്ചലൈസേഷൻ, അത് സുവിശേഷവൽക്കരണത്തിനുള്ള ഒരു വലിയ ഉപാധി കൂടിയായിരുന്നു ശരിക്കും. എന്നാൽ ഈ ഒരു കാലഘട്ടങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ ആ ഒരു എന്താ പറയുക ആ ഒരു ലക്ഷ്യത്തിൽ നിന്ന് വളരെ നമ്മൾ ഉറപ്പായിട്ട് മാറിപ്പോയി. ഞാനൊരു ചെറിയൊരു പോയിന്റ് എന്ന് പറയാം. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതൊരു ഇവാഞ്ചലൈസേഷൻ എന്നുള്ള ഒറ്റ പോയിന്റിലേക്ക് വരാൻ ശരിക്കും എന്താ പറയുക, സഭയുടെ പ്രൈം ഡ്യൂട്ടി എന്ന് പറയുന്നത് അത് സുവിശേഷവൽക്കരണമാണ്. കർത്താവിൻ്റെ കൽപ്പനയാണത്. അത് മറ്റു 10 കൽപ്പനകൾ പോലെ തന്നെ കർത്താവ് റിക്വസ്റ്റ് അല്ല പറഞ്ഞത്, അല്ലെ അങ്ങനെ ചെയ്യാമോ എന്ന് ചോദിച്ചു. മറിച്ചൊരു ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, ഒരു കൽപ്പനയാണത്. എന്താ, നിങ്ങൾ ലോകമെമ്പാടും എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കും. എന്നാൽ ഈ കൽപ്പനയെക്കുറിച്ച് ഞാനും നമ്മളെല്ലാ വിശ്വാസികളടക്കം അവരത്ര ഒരു കാര്യമായിട്ടാവുന്നു അത്ര അതിനെക്കുറിച്ച് പരിഗണിക്കാറുണ്ട്. അതൊക്കെ കുറച്ച് അച്ഛന്മാരുടെ അല്ലെങ്കിൽ ചില സ്പെഷ്യൽ ആൾക്കാരുടെ ഡ്യൂട്ടി അതല്ല. മറിച്ച് ഈ സമൂഹത്തിൻ്റെ ഈ ആസ് എ ഹോൾ, കമ്മ്യൂണിറ്റി ആസ് എ ഹോൾ, നമ്മുടെ ഒരു പ്രൈം ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ രീതിയിലുള്ള ജീവിതത്തിൻ്റെ ആക്ഷൻ കൊണ്ട്, വാക്കുകൾ കൊണ്ട്, നമ്മുടെ തിരുനാളുകൾ കൊണ്ട്, എല്ലാം കൊണ്ടും ശരിക്കും നമ്മൾ ക്രിസ്തു രക്ഷകനാണ്, ക്രിസ്തുവിനെ മറ്റുള്ളവർ കൊടുക്കുക, സുവിശേഷം പ്രഘോഷിക്കുക, ഇതാണ് നമ്മൾ ശരിക്കും ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ തിരുനാളാഘോഷങ്ങൾ നമ്മൾ ശരിക്കും നടത്തുന്ന നമ്മുടെ പ്രദർശനമായിക്കോട്ടെ, മറ്റുള്ള ആഘോഷങ്ങളായിക്കോട്ടെ, ആത്മീയമായിട്ടുള്ള മറ്റുള്ള പരിപാടികളായിക്കോട്ടെ, ഇതൊക്കെ ഈ രീതിയിലുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്ക് വരുന്നുണ്ടോ നമ്മൾ വ്യക്തമായിട്ട് പരിശോധിക്കും. ശരിക്കും ഞാൻ പറഞ്ഞു ഈ പ്രദർശനം, ഞാൻ അതേക്കുറിച്ച് പറയാം. പ്രദർശനം ശരിക്ക് ഈ ഒരു നമ്മൾ അന്ന് ഉദ്ദേശിക്കുന്ന വിശുദ്ധൻ്റെയും അതുപോലെ പരിശുദ്ധ അമ്മയുടെയും ഒക്കെ നമ്മൾ ആ ഒരു അവരുടെ രൂപങ്ങളെടുത്ത് അവരുടെ തിരുസ്വരൂപങ്ങളെടുത്തുള്ള ആ ഒരു പ്രദർശന യാത്ര ശരിക്കും അത് ശരിക്കൊരു നല്ല രീതിയിലുള്ള ഒരു ഇവാഞ്ചലൈസേഷനാണ്. ശരിക്കും നാടിന് മുഴുവൻ വലിയൊരു ആത്മീയ അനുഭവം സമ്മാനിക്കും. അതെ. ഇപ്പൊ ഒക്കെ മനസ്സിലാക്കണം. ഇപ്പൊ ഈ ഫീസ്റ്റൊക്കെ നാടിന്റെ ഒരു മൊത്തത്തിൽ ആഘോഷമാണ്. അപ്പൊ ശരിക്കും നമുക്കൊരു സാക്ഷ്യം കൊടുക്കാനുള്ള ഒരു ഭയങ്കരമായ സാധ്യതയുണ്ട് അവിടെ ശരിക്കും. പക്ഷെ പലപ്പോഴും എന്താ സംഭവിക്കുന്നത്, ഞാൻ കുറിച്ച് പറയുകയാണെങ്കിൽ പലപ്പോഴും സംഭവിക്കുമ്പോൾ ഇതൊക്കെ ശരിക്കും നമ്മൾ ഈ പഴയ പുസ്തകത്തിൽ വായിക്കുന്നത് ഇതൊക്കെ വലിയൊരു സ്തുതി ആരാധനയുടെയും ദൈവികമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു പ്രാർത്ഥനകളുടെയും അതുപോലെ തന്നെ ഒരു ഭയങ്കര ആത്മീയമായിട്ടുള്ള ഒരു വലിയ സാന്നിധ്യം പടർത്തുന്ന രീതിയിലുള്ള ശുശ്രൂഷകളായി മാറുന്നത്. ഇത് ശുശ്രൂഷയായി മാറുകയാണ് ചെയ്യേണ്ടത്, മനസ്സിലാക്കാം. അപ്പോൾ അവിടെ നമ്മൾ ഭക്തിഗാനങ്ങൾ ആലപിക്കാനും കരങ്ങളടിക്കാനും ഫ്രീ ആയിട്ട് സ്തുതിച്ചു പ്രാർത്ഥിക്കുവാനും പിന്നെ ഇതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ഈ വിശുദ്ധനെ കുറിച്ചുള്ള ചില പ്രധാനപ്പെട്ട കോട്ടിങ്സ് ഒക്കെ ഉച്ചത്തിൽ വായിക്കുവാൻ, പറയുവാൻ, ഇതൊക്കെ ആ രീതിയിലൊക്കെ ഉള്ള നമ്മളത് മനസ്സിലാക്കും. അതിപ്പം ഒരു ട്രഡീഷൻ അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള ഒരു കാര്യം വന്നോർത്ത് അതിൻ്റെ അന്തസ്സത്തിൽ നിന്ന് മാറിപ്പോകണം. നമ്മൾ ചേഞ്ചസ് കൊണ്ടുവരണം. കത്തോലിക്ക സഭയിൽ ആ രീതിയിലുള്ള ഉറപ്പുണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്ന് പലപ്പോഴും സർവ്വശാൽ നമ്മൾ പാടുന്ന പാട്ടുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. നമ്മൾ നടക്കുന്ന നമ്മുടെ ആ ഒരു രീതി അത് നമ്മൾ എത്രമാത്രം അതൊരു ക്രിസ്തുവിന്റെ സാക്ഷ്യമാണെന്ന് നമ്മൾ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ പല വിശുദ്ധരും, നമ്മൾ ഈ തിരുനാൾ ആഘോഷിക്കുന്ന പല വിശുദ്ധരും ഈ ലോകത്തോട് ചേരാതിരിക്കാൻ വേണ്ടിയിട്ട് രക്തസാക്ഷികളായവരാണ്. അവരുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ അവർ എന്താണോ മാറ്റി നിർത്തിയ എലമെന്റ്സ്, അവരുടെ ജീവിതത്തിൽ അകറ്റി നിർത്തിയ കാര്യങ്ങൾ, എന്തിനു വേണ്ടിയിട്ടാണോ രക്തസാക്ഷിത്വം വരിച്ചത്, ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പായിരിക്കാം, പക്ഷേ അതിന്റെ വേറൊരു രൂപത്തിൽ അത്തരം കാര്യങ്ങൾ അവരുടെ തിരുനാൾ ആഘോഷങ്ങളിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു. സരസമായി പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഈ തിരുനാൾ ആഘോഷങ്ങളൊക്കെ കാണുമ്പോൾ വിശുദ്ധന്മാർക്ക് ചിലപ്പോൾ തോന്നിയേക്കാം ഞാൻ എന്തിനു വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചു എന്ന് ചിലപ്പോൾ തോന്നുന്ന തരത്തിലാണ് പല ആഘോഷങ്ങളും, അല്ലെങ്കിൽ ചില ആഘോഷങ്ങൾ പലപ്പോഴും ഒരു ആഭാസങ്ങളായി മാറുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകുന്നു. ശരിക്കും ഈ തിരുനാൾ ആഘോഷങ്ങൾ നമ്മൾ വളരെ നമുക്ക് ക്രിസ്തുവിൽ ആനന്ദിക്കാനും അഭിമാനിക്കാനും ക്രൈസ്തവരെന്ന നിലയിൽ ഒരു സമൂഹമായി അഭിമാനം കൊള്ളാവുന്ന ഒരു നിമിഷങ്ങളും ദിവസങ്ങളുമാണ് ഈ തിരുനാൾ ദിവസങ്ങളെന്ന് ശരിക്കും വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം വിശുദ്ധിക്ക് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി വലിയ വില കൊടുത്ത് രക്തം ചിന്തി മരിച്ചവരുടെ അനുസ്മരണം, അവരുടെ ആ വിശ്വാസത്തിന്റെ ഒരു കൈമാറ്റം, അത് പുതിയ തലമുറയിലേക്ക് അതിൻ്റെ ഒരു കൈമാറ്റമാണ് ഈ തിരുനാളുകളിലൂടെ ശരിക്കും ആത്യന്തികമായിട്ട് ലക്ഷ്യം വെക്കേണ്ടത്. അതായിരിക്കണം തിരുനാളുകളുടെ ലക്ഷ്യം. നമ്മൾ ഈ വിശുദ്ധരെ പഠിക്കുമ്പോൾ അവരുടെ വിശുദ്ധി അവരുടെ ജീവിതത്തിൽ സംരക്ഷിക്കാൻ അവർ ലോകസുഖങ്ങളോടും ലോകമോഹങ്ങളോടും ഒക്കെ കാണിച്ച ഒരു വിരക്തി, ലോകത്തിൽ നിന്ന് അവർ പാലിച്ച ഒരു വേർപാട്, വിശുദ്ധിക്ക് അവർ കൊടുത്ത വലിയ വില, അതിന് രക്തം ചിന്തി അവർ ജീവൻ കൊടുത്ത് കർത്താവിന് വേണ്ടി ജീവിക്കാൻ, അല്ലെങ്കിൽ ലോകത്തിൽ നിന്ന് വിരക്തി പാലിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കാൻ, നിത്യജീവൻ സ്വന്തമാക്കാൻ വേണ്ടി അവർ കൊടുത്ത ആ വില,
ആ വിലയായിരിക്കണം അതായിരിക്കണം നമ്മുടെ തിരുനാളുകളുടെ മുഖ്യ ഒരു സന്ദേശമായിട്ട് മാറ്റപ്പെടേണ്ടത്. അപ്പൊ ഈ വിശുദ്ധര് അവര് ആ കൊടുത്ത ഒരു വിലയ്ക്ക് അവർക്ക് ലഭിച്ച പ്രതിഫലം അതായിരിക്കണം തിരുനാളുകളുടെ മറ്റൊരു സന്ദേശം. ആ ഒരു നിത്യജീവന്റെ പ്രതിഫലം ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ യാത്ര, നമ്മൾ തിരുനാൾ പ്രദക്ഷിണം നടത്തുന്ന ആ ഒരു പ്രദക്ഷിണം തന്നെ നമ്മുടെ സ്വർഗം ലക്ഷ്യമാക്കി നമ്മൾ നടത്തുന്ന ഒരു തീർത്ഥാടനം, നമ്മുടെ ഭൂമിയിലെ തീർത്ഥാടനം ഈ വിശുദ്ധരെ അനുകരിച്ച് നമുക്ക് മുന്നേ വിശുദ്ധിയുടെ പാതയിൽ സഞ്ചരിച്ച് സ്വർഗം ലക്ഷ്യത്തിൽ എത്തിച്ചേർന്ന അവരുടെ ഒരു ജീവിത തീർത്ഥാടനമാണ് ഈ പ്രദക്ഷിണത്തിലൂടെ നമ്മൾ അതിലൂടെ കൈമാറ്റപ്പെടുന്ന ഒരു ആശയം എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രദക്ഷിണത്തിലൊക്കെ പങ്കുചേരുമ്പോൾ ഈ പ്രദക്ഷിണത്തിൽ പങ്കുചേരുന്ന വിശ്വാസികൾക്ക്, പ്രത്യേകിച്ച് കുട്ടികൾക്ക്, ചെറിയ തലമുറകൾക്കൊക്കെ ആ ഒരു ആശയം അവരുടെ മനസ്സിൽ അത് ഫിക്സ് ചെയ്യപ്പെടണം, അത് കൺവേ ചെയ്യപ്പെടണം. അല്ലാതെ നടത്തുന്ന കുറെ മേളങ്ങളും അല്ലെങ്കിൽ കുറെ ആഘോഷങ്ങളും കുറെ ഷോ ഓഫും പിന്നെ കുറെ മത്സര ബുദ്ധിയോടെ കാണിച്ചു കൂട്ടുന്ന കുറെ പരിപാടികളും ഒക്കെ, അതൊക്കെ ഈ തിരുനാളിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അതിന്റെ ഒരു പരിശുദ്ധി, ശരിക്കും വിശുദ്ധര് അവരുടെ ജീവിതത്തിലൂടെ പകർന്ന ആ ഒരു വിശുദ്ധിയുടെ സന്ദേശം ത്തിന്റെ മൂല്യം അല്ലെങ്കിൽ അതിന്റെ ഒരു ആശയം നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഇന്ന് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബേസിക്കലി ജോർജ് മുൻപ് പറഞ്ഞതുപോലെ വിശ്വാസത്തിന്റെ ഒരു ആഘോഷമാകണം നമ്മുടെ തിരുനാളുകൾ. നമ്മുടെ തിരുനാളുകളിൽ നമ്മൾ ഓർക്കണം, നമ്മൾ അവിടെ പ്രാർത്ഥനകൾക്ക്, പ്രത്യേകിച്ച് ദിവ്യബലിക്ക്, പരിശുദ്ധ കുർബാനയ്ക്ക് ഏറ്റവും കേന്ദ്രമായ ഒരു സ്ഥാനം നൽകപ്പെടുന്നുണ്ടോ? അതിന് പുറമെയുള്ള ആചാരങ്ങൾക്കാണോ അതിലും കൂടുതൽ സ്ഥാനങ്ങൾ നൽകപ്പെടുന്നത്? പരിശുദ്ധ കുർബാനയ്ക്കാണോ അതെയോ അതിന്റെ തിരുനാളിനോടനുബന്ധിച്ച് ഇന്ന് നടത്തുന്ന പല പരിപാടികളുണ്ട്, DJ ഉണ്ട്, പിന്നെ ഗാനമേളകളുണ്ട്. ഇങ്ങനത്തെ പരിപാടികൾക്കാണോ കൂടുതൽ ആൾക്കാർ വരുന്നത്, അതെയോ പരിശുദ്ധ കുർബാനയ്ക്കാണോ കൂടുതൽ ആൾക്കാർ വരുന്നത്? ആ ഒരു കാര്യം അളന്നാൽ തന്നെ അറിയാം ഇന്നത്തെ നമ്മുടെ തിരുനാളുകളുടെ ആത്മീയ തലം എവിടെ വരെ എത്തി എന്നുള്ളത്. അപ്പോൾ അത് കറക്റ്റ്, റോസ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. നമ്മളുടെ ഈ തിരുനാൾ ആഘോഷങ്ങൾ, ആ ഒരു തിരുനാൾ ആഘോഷങ്ങൾ കഴിയുമ്പോൾ എത്ര പേര് ഈ തിരുനാൾ ആഘോഷിച്ച ആ ഒരു വിശുദ്ധന്റെ ജീവിതത്തിലേക്ക് ആകർഷകരാകുന്നുണ്ട്? എത്ര പേര് ഈ തിരുനാളിന് മുമ്പ് വന്നതിനേക്കാൾ എത്ര മടങ്ങ് കൂടുതൽ വ്യക്തികൾ പിറ്റേ ദിവസം മുതൽ നമ്മുടെ പള്ളികളിലേക്കും ദേവാലയങ്ങളിലേക്കും എത്തിച്ചേരുന്നുണ്ട്? അതുതന്നെയാണ് ആ തിരുനാൾ ആഘോഷങ്ങളിലൂടെ, ആ ഇടവകയിൽ, ആ ഒരു പള്ളിയിൽ നടന്ന തിരുനാൾ ആഘോഷങ്ങളുടെ ഒരു ആത്മീയ വിജയത്തിന്റെ ഒരു അളവുകോല് അതുതന്നെയാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മൾ നേരത്തെ റോസ് പറഞ്ഞ വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു ഉദാഹരണം, നമ്മുടെ സ്വർഗത്തിലേക്ക് നമ്മൾ നടത്തുന്ന തീർത്ഥാടനത്തിന്റെ ഒരു മുൻ ആസ്വാദനമായിരിക്കണം നമ്മുടെ തിരുനാൾ പ്രദക്ഷിണങ്ങൾ. നമ്മുടെ ഈ തിരുനാൾ പ്രദക്ഷിണങ്ങൾ കാണുമ്പോൾ ഇതര മതവിശ്വാസത്തിൽപ്പെട്ടവർക്കും ഈ ക്രൈസ്തവ വിശ്വാസത്തോടൊരു ബഹുമാനം, ഒരു ആദരവ്, മനോഹരമായിട്ടുള്ള ഒരു വിശ്വാസി സമൂഹം ഇവിടെ ഉണ്ട് എന്ന് അവർക്ക് തോന്നണം. പലപ്പോഴും ഇത്തരത്തിലുള്ള പല പ്രദക്ഷിണങ്ങളും അല്ലെങ്കിൽ തിരുനാളുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്ന പല പ്രദക്ഷിണങ്ങളും മറ്റുള്ളവർക്കൊരു അരോചകരമായി തീരുന്നുണ്ടോ എന്ന് പോലും സംശയിച്ചാൽ അതിന് തെറ്റ് പറയാൻ സാധിക്കുകയില്ല. കാതടുപ്പിക്കുന്ന സൗണ്ട്, ലൈറ്റ്, അതൊക്കെ വെച്ച് ഞാൻ പറയുന്നത്, ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ തിരുനാൾ ആഘോഷങ്ങൾ ഇങ്ങനെ ശാന്തമായി അതല്ല ഉദ്ദേശിക്കുന്നത്. ആ ഒരു ആത്മീയ ആഘോഷത്തിലും ഭൗതികതയുടെ ഒരു എലമെന്റ് ഉണ്ട്, പക്ഷെ അതിനൊരു ലിമിറ്റേഷൻ വേണം. ആത്മീയമായ ചട്ടക്കൂടിൻ ഉള്ളിൽ നിന്നുകൊണ്ട് വേണം ഭൗതികമായിട്ടുള്ള ആഘോഷങ്ങൾ ക്രമീകരിക്കേണ്ടത്. പലപ്പോഴും ഇവിടെ സംഭവിക്കുന്നത് ഭൗതികതയുടെ ചട്ടക്കൂടിനുള്ളിൽ നമ്മൾ ആത്മീയത അത് കൊണ്ടുപോയി വെക്കുന്നു. അപ്പോൾ ഭൗതികത അവിടെ മുഴിച്ചു നിൽക്കുന്നു, ആത്മീയത അവിടെ ശോഷണം, ആത്മീയതയ്ക്ക് അവിടെ ശോഷണം സംഭവിക്കുന്ന ഒരു കാര്യം. ആദ്യത്തെ ഒരു പോയിന്റ് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ കമ്മ്യൂണിറ്റി ബിൽഡിംഗ്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഈ ആഘോഷങ്ങളിലൂടെ ഉദ്ദേശിക്കുന്നത് സാമുദായിക ശാക്തീകരണം, ഇടവകാംഗങ്ങൾ തമ്മിലുള്ള ഒരു കൂട്ടായ്മ, പരസ്പരമുള്ള സ്നേഹം, ഐക്യം, അതൊക്കെ. പക്ഷെ അത് ഇന്ന് ഇവിടെ സംഭവിക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ആത്മപരിശോധന ചെയ്യുക. പല തിരുനാൾ ആഘോഷങ്ങളും തുടക്കമിടുന്നത് ഇടവകയുടെ ഒരു വിഭജനത്തിലേക്ക്, അല്ലെങ്കിൽ കുടുംബങ്ങൾ തമ്മിലുള്ള വഴക്കുകൾ, അത് തുടക്കമിടുന്ന ഒരു ഉപാധിയെ പല പള്ളിപ്പെരുന്നാളുകളും മാറുന്നുണ്ട്. യൂണിറ്റുകൾ തമ്മിലുള്ള കിടമത്സരത്തിലേക്ക്, മത്സര ബുദ്ധിയോടെ നടത്തുന്ന പല ആഘോഷങ്ങൾ, അത് പലപ്പോഴും ഇടവകാംഗങ്ങൾക്കിടയിൽ തന്നെ ഒരു വിഭജന ബുദ്ധി, ഒരു വേർതിരിവ് സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ പല നിലപാടിലും പറയുന്നത് ഓൾ ഈസ് ലോസ്റ്റ്, നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. മനോഹരമായ തിരുനാൾ ആഘോഷിക്കുന്ന പല മേഖലകളും ഉണ്ട്. പക്ഷെ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പറ്റുന്ന ഒരു അപകടം എന്ന് പറയുന്നത്, ആ ഇടവകയ്ക്കുള്ള ഒരു ആത്മീയമായിട്ടുള്ള ഒരു പരിചയമുണ്ട്. അത് ആ പരിചയ പയ്യെ ഒരു ശോഷണം സംഭവിക്കും. ഒരു പോയിന്റ് കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതായത് പലപ്പോഴും ഇവിടെ സംഭവിച്ച ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മുടെ തിരുനാൾ ആഘോഷങ്ങൾ ഒരു കാലക്രമേണ നമുക്കറിയാം, പണ്ട് നമ്മുടെ കാർന്നവന്മാരുടെയൊക്കെ കാലഘട്ടത്തിൽ ആ ഒരു തിരുനാൾ ആഘോഷങ്ങൾക്ക് ഒരു അന്തസത്ത ഉണ്ടായിരുന്നു, ഒരു തനിമയുണ്ടായിരുന്നു, ഒരു പഴമയുടെ ഒരു മനോഹാരിത ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഒരു ആൾക്കൂട്ടത്തെ ആകർഷിക്കുന്നതാകണം തിരുനാൾ ആഘോഷങ്ങൾ എന്ന ഒരു മിഥ്യാധാരണ പലരുടെയും മനസ്സിൽ വന്നതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഈ ആത്മീയ ആഘോഷങ്ങൾക്ക് അതിൻ്റെ ഒരു ആത്മീയത ഒന്ന് മറച്ചു വെക്കപ്പെടുന്നു, ഭൗതികത ഉയർത്തപ്പെടുന്നു. അതൊരു നാടിൻ്റെ ഒരു സാംസ്കാരിക ആഘോഷം, അതായത് ഇടവകയുടെ അല്ല, ഒരു നാടിൻ്റെ സാംസ്കാരിക ആഘോഷം, അത് ഇടവകയുടെ ആത്മീയ ആഘോഷമാണ്, ഒരു നാടിൻ്റെ സാംസ്കാരിക ആഘോഷം എന്ന പേരിൽ പല
പള്ളിപ്പെരുന്നാളുകളും കൊണ്ടുവരുന്നു. അതിനാൽ തന്നെ അതിലേക്ക് ഈ പുറമേ നിന്നുള്ളവരെ ആകർഷിക്കാൻ വേണ്ട എലമെന്റ്സ് കൊണ്ടുവന്ന് അത് ഒരു മിക്സിങ്ങിലേക്ക് പോകുന്നു. അവിടെ അപകടം സംഭവിക്കുന്നു. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഈ രീതിയിലുള്ള ഒരു വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിച്ചതിന് ശേഷം ഒരു കുട്ടി വീട്ടിൽ ചെന്ന് ചോദിക്കുകയാണ്, അച്ഛ അമ്മേ ഇന്ന് ആഘോഷിച്ച വിശുദ്ധൻ ആരാണ്, ആ വിശുദ്ധൻ്റെ കഥ എന്താണ്, അല്ലെങ്കിൽ എനിക്ക് ആ വിശുദ്ധനെ പോലെ ആകണം. ഈ രീതിയിലുള്ള സംസാരം ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ തിരുനാളിനെ കൊണ്ട് വലിയ എന്താ പറയുക ഭയങ്കരമായ ആ ഒരു പ്രയോജനമുണ്ട്. എന്നാൽ നമ്മുടെ ഇന്നത്തെ ഈ ഒരു തിരുനാളാഘോഷത്തിൽ പങ്കെടുത്ത ശേഷം പലപ്പോഴും കുട്ടികൾ വീട്ടിൽ ചെന്ന് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ശരിക്കും. കാരണം വെച്ചാൽ ഇവിടെ ജോർജ് പറഞ്ഞ പോലെ ഈ ബാഹ്യമായ പെരിഫറലായ ആഘോഷത്തിൽ അവർ പലപ്പോഴും അവർ അങ്ങോട്ട് പെട്ടുപോവുകയാണ്. അപ്പോൾ അവരുടെ വിചാരം തിരുനാളെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള എന്താ പറയുക ബാഹ്യമായിട്ടുള്ള ആ ഒരു മോടിയാണ്, അത്തരത്തിലുള്ള പരിപാടികളാണ്. എന്നാൽ പലപ്പോഴും പല പല ഇടവുകളിലും ഇതിനൊക്കെ വിരുദ്ധമായിട്ട് ശരിക്കും അവർ ചില പ്രോഗ്രാമുകളൊക്കെ അങ്ങോട്ട് സെറ്റ് ചെയ്യും. അങ്ങനെ ഏത് വിശുദ്ധനെയാണോ അല്ലെങ്കിൽ ഏത് വിശുദ്ധയാണോ അവർ ആഘോഷിക്കുന്നത്, അവർ ആ ഫീസ്റ്റായിട്ട് ആഘോഷിക്കുന്നത്, ആ വിശുദ്ധൻ്റെ വിശുദ്ധയെക്കുറിച്ചുള്ള ഒരു കഥയായി ബന്ധപ്പെടുത്തി ഒരു ചെറിയ നാടകമോ ടാബ്ലയോ അങ്ങനെയൊക്കെ ഉള്ളു. അപ്പോൾ ഞാൻ പറയുകയാണ്, ഈ പലപ്പോഴും ഒരുപാട് പണം മുടക്കുമ്പോൾ മറ്റൊരു പ്രശ്നമുണ്ട്. ഈ ഇടവകയിലുള്ള എല്ലാവർക്കും ഒരേപോലെ സാമ്പത്തിക അവസ്ഥയില്ല. അപ്പോൾ ഈ ചിലവ് കൂടുന്നതനുസരിച്ച് ഈ പിരിവ് കൂടുമ്പോൾ അല്ലെ അത് സ്വാഭാവിക കാര്യമാണ്. അപ്പം പലപ്പോഴും ജനങ്ങൾക്കിടയിൽ ഒരു വിവാഹിതം ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ജോർജ് പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിന് പകരം കമ്മ്യൂണിറ്റി പലപ്പോഴും ബ്രേക്കായി പോകുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ട്, പലപ്പോഴും വേദന ഉണ്ടാകുന്നുണ്ട്. കാരണം ആഘോഷങ്ങൾ കൂടുമ്പോൾ പണം കൂടുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനൊക്കെ അപ്പം നമ്മൾ ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്തരം ഫീസ്റ്റുകൾ നമ്മൾ നമ്മുടെ ഇടവകളിൽ സാമ്പത്തികമായ പ്രശ്നമുള്ളവരെ കണ്ടെത്തിയിട്ട് ഈ ചിലവുകളൊക്കെ ചുരുക്കി അവർക്ക് സാമ്പത്തിക സഹായം ചെയ്യുക, അങ്ങനെ ആ ഒരു രീതിയിലേക്ക് ഈ ക്രൈസ്തവ സമൂഹം സഭ നമുക്ക് കടന്നു വരേണ്ട വളരെ ആ ഒരു ആവശ്യം എന്നാ പറയുക വളരെ അത്യാവശ്യമാണ് ഇപ്പോൾ ശരിക്കുള്ളത്. കാരണം വെച്ചാൽ ആ രീതിയിലാണ് നമ്മുടെ സമൂഹം കടന്നു പോകുന്നത്. നമ്മുടെ സമൂഹത്തിൽ എന്താ പറയുക അവശതയുള്ളവരുണ്ട്, അതുപോലെ പല രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്, സാമ്പത്തിക പ്രശ്നമുള്ളവരുണ്ട്. അപ്പോൾ അവരെ കണ്ടെത്തി ഈ കമ്മ്യൂണിറ്റി ബിൽഡിങ് നമ്മുടെ സമുദായത്തെ ചേർത്ത് പിടിക്കേണ്ടതായിട്ട് വളരെ ശരിക്കും വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മളിത് എടുക്കണം. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഒരിക്കലും നമ്മൾ ഈ ഒരു ബാഹ്യമായ മോഡുകൾ കൂട്ടുമ്പോൾ ഇതിൻ്റെ ഈ ഒരു ആത്മീയത ആന്തരിക സത്ത നഷ്ടപ്പെടാതെ അത് ആന്തരിക സത്ത നഷ്ടപ്പെട്ടാൽ നമ്മൾ പരിഹാസപാത്രങ്ങളായി മാറുകയാണ്. അപ്പം മറിച്ച് നമ്മുടെ കൂടുതലേക്ക് ആരും കൂടുകയല്ല, മറിച്ച് നമ്മൾ ഇവരിങ്ങനെയാണ് പിന്നെ ഇവരിലേക്ക് വരേണ്ട ആവശ്യം എന്താണ്, അവർ കൂടി അകലുകയുള്ളൂ. അപ്പം നമ്മൾ ശരിക്കും പറയുന്ന വിശുദ്ധനെ നമ്മുടെ ഒരു ദുർമാത ആ രീതിയിൽ വരെയും പോകാനുള്ള സാധ്യതകളുണ്ട്, ശ്രദ്ധിക്കുക. എന്നാൽ ഇത് പറയുമ്പോൾ ഒറ്റയടിക്ക് പറയുകയല്ല, മറിച്ച് നല്ല രീതിയിൽ പോകുന്നവരുണ്ട്, അവർക്ക് വലിയൊരു പ്രോത്സാഹനമാണ്. നമ്മൾ ഇനിയും അങ്ങനെ തന്നെ ചെയ്യണം. എന്നാൽ ആ ഒരു അന്തർസത്ത എവിടെയെങ്കിലും എന്താ പറയുക ഈ മാറിപ്പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ആ കാര്യത്തെ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യണം. ഒരു കാര്യം കൂടി നാം പറയേണ്ടിയിരിക്കുന്നു. പലപ്പോഴും ഈ തിരുനാളുകളുടെ മറവിൽ ഈ ദേവാലയ മുറ്റത്തിന്റെ ഒരു പരിശുദ്ധി അത് കോംപ്രമൈസ് ചെയ്യുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഞാനിത് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം, ഈ ഒരു 1-2 വർഷമേ ആയിട്ടുള്ളൂ നമ്മൾ തിരുനാളുകളുടെ ഇടയിലേക്ക് ഈ ബാഹ്യമായിട്ടുള്ള ചില എലമെന്റ്സ് അല്ലെ ബാഹ്യമായിട്ട് ചില ശക്തികളുടെ ഒരു കടന്നുകയറ്റം, അത് പല ചില വേഷവിധാനങ്ങളുടെയൊക്കെ രൂപത്തിൽ, അത് ക്രൈസ്തവ വിശ്വാസത്തെ തന്നെ അവഹേളിക്കുന്ന രീതിയിലുള്ള ചില കോമഡി വേഷങ്ങളൊക്കെ ഇട്ട്, കോമാളിത്തരങ്ങൾ കാണിച്ചുകൊണ്ടുള്ള വേഷവിധാനങ്ങളൊക്കെ ഇട്ട് ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി അത്തരത്തിലുള്ള ഒരു ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അത് ഈ പറയുന്ന പോലെ ഇൻസ്റ്റാഗ്രാമിന്റെ ഒക്കെ ഒരു കാലഘട്ടത്തിൽ റീൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ നമുക്കറിയാം. നമ്മുടെ ഈ സിനിമകൾ തന്നെ ഒന്ന് എടുത്തു നോക്കി, മലയാള സിനിമയിൽ ഒരു പള്ളിപ്പെരുന്നാൾ കാണിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത ഫ്രെയിമിൽ നമുക്ക് ഉറപ്പായും പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു സീൻ എന്ന് പറയുന്നത് അവിടെ ഒരു അടിയായിരിക്കും, ബഹളമായിരിക്കും, അല്ലെങ്കിൽ ഒരു പള്ളിപ്പെരുന്നാളിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും ആ സിനിമയിലെ നായകനും നായികയും തമ്മിൽ പരിചയപ്പെടുന്നതും അവിടെ കൊലപാതകം അത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് സിനിമയിലൂടെ അതെന്താണ് സംഭവിക്കുക, അതാണ് പള്ളിപ്പെരുന്നാൾ എന്നൊരു അല്ലെങ്കിൽ ഒരു പൊതുബോധം, സാമാന്യവൽക്കരണം അല്ലെങ്കിൽ ഒരു പൊതുബോധം അത്തരത്തിൽ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. മറിച്ച് ഒരു പള്ളിപ്പെരുന്നാൾ അതിന്റെ ഒരു മനോഹാരിതയിൽ അത് അവലംബിച്ച ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഏത് സിനിമയാണ് ഇവിടെ ഉള്ളത്? കാരണം ഈ നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ സമുദായത്തിന്റെ ഉള്ളിൽ നിന്ന് കൊടുക്കുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് പലപ്പോഴും ഈ രീതിയിലുള്ളതാണ്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു അപജയം സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പള്ളിപ്പെരുന്നാളുകളൊക്കെ നടക്കുന്നത് എത്ര വലിയ പള്ളിയാണെങ്കിലും ബന്ധപ്പെട്ടവർ കൃത്യമായിട്ടൊരു ജാഗ്രത ഉണ്ടാകണം. കാരണം പള്ളി കോമ്പൗണ്ടാണ്, ദേവാലയ തിരുമുറ്റമാണ്. പള്ളിപ്പെരുന്നാളുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ഒരു ക്രൈസ്തവ അവഹേളനങ്ങളും സംഭവിക്കരുത്, ഇത്തരത്തിലുള്ള കോമാളിത്തരങ്ങൾ ഉണ്ടാകരുത്. നമുക്കറിയാം അത് ചിലപ്പോൾ പ്രാക്ടിക്കലി നോക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് എന്ന് കരുതിയാൽ പോലും ജാഗ്രത ശക്തിപ്പെടുത്തേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും എസെക്കിയേലിന്റെ പ്രവചനത്തിൽ കർത്താവ് വേദനയോടെ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്റെ വിശുദ്ധ സ്ഥലത്ത് നിന്ന് എന്നെ തുരുത്താൻ വേണ്ടി ഇസ്രായേൽ ജനം അവിടെ ചെയ്തു കൂട്ടുന്ന മ്ലേച്ഛതകൾ നീ കാണുന്നുണ്ടോ? അപ്പൊ ആ ഒരു കർത്താവിന്റെ വേദന ഇന്ന് നമ്മുടെ ദേവാലയ തിരുമുറ്റങ്ങളിൽ ഡി ജെ പാർട്ടികൾക്ക് തുല്യമായ ഗാനമേളകളും അതിന്റെ മേളങ്ങളും ഡാൻസ് പരിപാടികളും ഒക്കെ നടത്തപ്പെടുമ്പോൾ കർത്താവിനുണ്ടാകുന്ന ഒരു വേദനയുണ്ട്. അതായത് പരിശുദ്ധ കുർബാനയിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുന്ന പരിപാടികളാണ്. അവിടെ അൾത്താരയില് സക്രാരിയിലെ കർത്താവ് ജീവിക്കുന്ന ദൈവമായിട്ട് അവിടെ എഴുന്നള്ളി
വീടുകളിലിരിക്കുമ്പം ആ തിരുമുറ്റത്ത്, ദേവാലയ തിരുമുറ്റത്ത് ഇതുപോലെയുള്ള മ്ലേച്ഛകരമായ പ്രകടനങ്ങൾ, അതുപോലെ കച്ചവട സ്ഥലങ്ങളാക്കുന്ന, ദേവാലയ തിരുമുറ്റം കച്ചവട സ്ഥലങ്ങളാക്കുന്ന ഒരു പ്രവണത, അതൊക്കെ ഇന്നത്തെ ഈ ആധുനിക തിരുനാളുകളോടനുബന്ധിച്ച് വർദ്ധിച്ചു വരികയാണ്. അതുപോലെ ചിലരൊക്കെ വല്ല തമാശക്കാണെങ്കിലും ചിലരൊക്കെ ഇങ്ങനെ പറയുന്ന കേൾക്കാം, ഞങ്ങള് പെരുന്നാളിന് മാത്രം കുടിക്കും എന്നൊക്കെ ഒരു ഡയലോഗുകളുണ്ട്. അതായത് പെരുന്നാൾ ഏറ്റവും വിശുദ്ധമായിട്ട്, വിശുദ്ധര് അതിവിശുദ്ധമായിട്ട് ജീവിച്ച് അവര് ഇങ്ങനത്തെ ലോകത്തിന്റെ ഇമ്പങ്ങളോടൊക്കെ വിട പറഞ്ഞ് അതിൽ നിന്നൊക്കെ അകലം പാലിച്ച് ജീവിച്ച് ഈ വിശുദ്ധരുടെ തിരുനാൾ നമ്മൾ ആചരിക്കുമ്പോൾ അന്ന് മാത്രം ഞാൻ കുടിക്കും എന്നുള്ളൊരു വിശേഷണമൊക്കെ ക്രൈസ്തവർ ഇന്ന് പറയുമ്പോൾ അത് കർത്താവിന്, സ്വർഗത്തിന്, ഈ വിശുദ്ധർക്കും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു വേദന, അത് നമ്മളത് നമ്മുടെ വേദനയായിട്ട് ഏറ്റെടുക്കേണ്ട സമയമായിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിത് പറയുമ്പോൾ ഈ ഒരു തരത്തിലുള്ള ഭൗതിക ആഘോഷങ്ങൾ വേണ്ട എന്നൊരു ആംഗിളിലേക്കല്ല നമ്മൾ തീർച്ചയായിട്ടും പടക്കം പൊട്ടിക്കണം. കാരണം നമ്മൾ വിശുദ്ധന്റെ ആ ഒരു ഫീസ്റ്റാണ് ആഘോഷിക്കുന്നത്. അത് മാന്യമായിട്ടുള്ള ഗാനങ്ങൾ, ആത്മീയമായിട്ടുള്ള ഗാനങ്ങൾ ആലപിക്കണം, ആത്മീയമായ ഗാനങ്ങളോടൊപ്പം നൃത്തം ചവിട്ടണം. നമുക്കറിയാം ദാവീദ് രാജാവ് വാഗ്ദാന പേടകത്തിന് ചുറ്റും അദ്ദേഹം ഒരു ഉന്മത്തനെ പോലെ നൃത്തമാടി എന്നാണ് പറയുന്നത്. അതുപോലെ ഇസ്രായേൽ ജനം മിരിയം തപ്പുകൊട്ടി, ഇസ്രായേൽ ജനം ഒരുമിച്ച് ദൈവത്തെ പാടി ആരാധിച്ച നിമിഷങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ആലോചിക്കുമ്പോൾ നമുക്ക് അതുപോലെയൊക്കെ ഒരു നമ്മള് സ്വർഗത്തിൽ ചെന്നാലും നമ്മൾ ആ ഒരു ആനന്ദ ലഹരിയിലായിരിക്കും. നമ്മൾ സ്വർഗ ജീവിതവും നമ്മുടെ അങ്ങനെ തന്നെ. അപ്പോൾ ഒരു ആത്മീയ ആനന്ദവും ആത്മീയ ആഘോഷവും ഒക്കെ അത് ക്രൈസ്തവർക്ക് അനുവദനീയമാണ്, തികച്ചും ക്രൈസ്തവർ ചെയ്യേണ്ടതുമാണ്. ഓക്കെ, ഒപ്പം തന്നെ നമ്മുടെ ബന്ധുമിത്രാദികളെ വിളിക്കണം, സുഹൃത്തുക്കളെ വിളിക്കണം, നല്ല ഭക്ഷണം ഉണ്ടാക്കണം, അല്ലെ? നല്ല ഭക്ഷണം ഉണ്ടാക്കണം. കാരണം അതൊരു ഫീസ്റ്റാണ്, ഒരു ആഘോഷമാണ്. പക്ഷേ അത് മാത്രമാകരുത്. പലപ്പോഴും ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിൽ പലർക്കും പള്ളിയിൽ പോലും പോകാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. പല പള്ളി പെരുന്നാളുകൾക്കും ദേവാലയത്തിനുള്ളിൽ കയറാൻ പലർക്കും സമയമില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ വ്യാപൃതരാകാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. അത്തരത്തിലുള്ള ഒരു അവസ്ഥ നമുക്കത് ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു എന്താ പറയുക, ഇത് പെരുന്നാൾ എന്നാൽ ഇങ്ങനെയാണ് എന്നൊരു ചിന്തയിലേക്ക്, അത് അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുവരികയാണ് നമ്മുടെ ഒരു സമുദായത്തിന്റെ അല്ലെങ്കിൽ വിശ്വാസി സമൂഹത്തിന്റെ ഒരു മൈൻഡ് സെറ്റ്. പെരുന്നാൾ എന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. അവർ ചിലർ ഉദ്ദേശിക്കുന്ന ഒരു ഡയറക്ഷനിലേക്ക് മാത്രം, അത് പാരമ്പര്യമായി നമ്മൾ എങ്ങനെയാണ് പെരുന്നാൾ ആഘോഷം, അതൊക്കെ ഒന്നും മറക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ അതിന്റെ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് വളരെ ദൂരവ്യാപകം തന്നെയായിരിക്കും. തിരുനാൾ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തിയ ഈ ഒരു ചർച്ച ഒരു കാടടച്ചുള്ള ഒരു വിമർശനം എന്ന രീതിയിലല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്. പക്ഷേ നമ്മുടെ പള്ളി പെരുന്നാളുകളിൽ വന്നിട്ടുള്ള ചില അപജയങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് ഞങ്ങൾ ചെയ്തത്. ഈ ഒരു നിലപാട് അവസാനിക്കുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ഒരു കാര്യം മാത്രമാണ്. നമ്മൾ തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധന്മാർ, അത് വിശുദ്ധ സെബസ്ത്യാനോസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വിശുദ്ധ തോമാസ് ലീഹ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിശുദ്ധരായിക്കോട്ടെ, ആ വിശുദ്ധർ സ്വർഗത്തിലിരുന്നു കൊണ്ട് ഈ തിരുനാൾ ആഘോഷങ്ങൾ കാണുമ്പോൾ അവർക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. പലപ്പോഴും പല ഇടവകളിലും പല വൈദികർക്കും ഇത്തരം ഈ ആഘോഷങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചില കർശനമായിട്ടുള്ള ആത്മീയതയിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള കർശനമായിട്ടുള്ള ചില നിലപാടുകൾ എടുക്കുവാൻ ആഗ്രഹമുണ്ട് എങ്കിൽ പോലും പലരും ആൾക്കൂട്ടത്തിന്റെ ഒരു സമ്മർദ്ദത്തിന് വഴിപ്പെടുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് ഇത് എല്ലാവരുടെയും ഒരു കൂട്ടുത്തരവാദിത്തമാണ്. ഇടവക വികാരിയച്ഛൻ്റെ മാത്രമല്ല, അത് ആ ഇടവകയിലുള്ള എല്ലാ വിശ്വാസി സമൂഹത്തിൻ്റെയും ഒരു കൂട്ടുത്തരവാദിത്തം തന്നെയാണ് ആത്മീയമായിട്ടുള്ള തനിമയിൽ പള്ളിപ്പെരുന്നാളുകൾ ആഘോഷിക്കുക എന്നുള്ളത്. നമുക്കറിയാം, ആത്മീയതയിൽ നാം വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ, ആത്മീയതയിൽ ഭൗതികതയുടെ ഒരു അതിപ്രസരം നാം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇടവകയ്ക്ക്, ആ ഒരു സമൂഹത്തിനുണ്ടാകുന്ന ഒരു ആത്മീയ പ്രൊട്ടക്ഷൻ, അതിനൊരു ശോഷണം സംഭവിക്കുക തന്നെ ചെയ്യും. കാരണം സമകാലിക സാഹചര്യങ്ങൾ, സമകാലിക ചരിത്രം അതിനെപ്പറ്റിയുള്ള അനവധി ഉദാഹരണങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് സ്വർഗത്തിന് സന്തോഷിക്കാൻ സാധിക്കുന്നതാകട്ടെ നമ്മുടെ പള്ളിപ്പെരുന്നാളുകൾ എന്ന വ്യക്തമായിട്ടുള്ള നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.